Welcome back to Knobs Talks, transmitting vibes. ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ തേടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തേടിയ അർത്ഥങ്ങളെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ എപ്പിസോഡ് തികച്ചും പേഴ്സണലായിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇത്. നമ്മളെ ലൈഫ് മാത്രം എഴുതപ്പെടുന്ന ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്രം കഥ പറയുന്ന ഒരു പേപ്പറാണ് അല്ലേ. വേറൊന്നുമല്ല, എല്ലാവരുടെ ലൈഫിലും ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ സ്റ്റോറിയും നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട്, ഇഴപിരിയാത്തൊരു ബന്ധമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഐ എം ടെല്ലിങ്, ചെറുപ്പം മുതലേ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൈലൻ്റായി ഒരു ഭാഗത്ത് ഇരുത്തിയാലിരിക്കുന്ന, ആരോടും സംസാരിക്കാത്ത ഒരാൾ. എന്താ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ മുഖത്തേക്ക് പോലും നോക്കാതെ താഴത്തേക്ക് നോക്കി നിന്ന് ആ സമയത്തുള്ളിൽ സങ്കടവും വിഷമവും നിറഞ്ഞ്, പേടി നിറഞ്ഞ്, ദുഃഖം നിറഞ്ഞ് അടുത്ത ചോദ്യം എന്തായിരിക്കും എന്നുള്ള ആലോചനകളിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒരാളുടെയും കുഴപ്പമില്ല. അത് നമ്മൾ ലോകത്തുള്ള വ്യക്തികളെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു വസ്തുതയാണ്. ഇൻട്രോവേർട്ടായിട്ടും എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഇൻട്രോവേർട്ട് ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻട്രോവേർട്ട് ഉള്ളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഉള്ളിലനുഭവിക്കുന്ന ചിന്തകളും ആശങ്കകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും ഒരിക്കലും ഒരു പക്ഷേ ചിലപ്പോൾ മറ്റൊരാൾക്ക് പറഞ്ഞാൽ തന്നെ എന്താവില്ല, മനസ്സിലാവില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ സെക്കൻഡിലും ഓരോ ഭയത്തിലായിരിക്കും ഒരു ഇൻട്രോവേർട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷേ എങ്കിലും ഒരു ഇൻട്രോവേർട്ടിൻ്റെ അകത്ത് നമുക്കാർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്രയ്ക്കുള്ള വിശാലമായൊരു ലോകമുണ്ട് എന്ന് ഓരോ ഇൻട്രോവേർട്ടുകൾക്കും വളരെ കൃത്യമായിട്ട് അറിയാം. എനിവേ, 1ാം ക്ലാസ്സിലും 2ലും 3ലൊക്കെ പഠിക്കുന്ന സമയത്ത് തീരെ ഒരു മനുഷ്യനും കൂട്ടുകാരില്ലാത്ത, വളരെ വിരലിലെണ്ണാവുന്ന കൂട്ടുകാർ മാത്രമേ, ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് 10ാം ക്ലാസ്സിലും പ്ലസ് 2ലെത്തിയപ്പോഴാണ് ചെറിയൊരു വ്യത്യാസം വന്നത്. എങ്കിൽ പോലും പ്ലസ് 2ൽ പോലും അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സ്വാഭാവികമായിട്ട് നമ്മളുടെ ബിസിനസ് പർപ്പസിനും കൂടെ നമുക്ക് പലതും ഷെയർ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസും കുട്ടികളെ ഇളക്കി മറിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഹാഹി ഹു ഒക്കെ ട്രാൻസ്ഫർമേഷൻ ജേണീസ് സംഭവിക്കുമ്പോൾ എന്നെ പണ്ട് പരിചയമില്ലാത്ത ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഓഫിൽ ഇത് എന്ത് പറ്റി, എന്താണ് ഇത് സംഭവം, എന്താണ്, എങ്ങനെയാണ്, നീ ഒരു അക്ഷരം മിണ്ടാണ്ടിരുന്ന ആളാണല്ലോ. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ പോലും ഭയന്ന് വിറച്ചിരുന്ന ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോംഡ് ആയി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എന്നല്ല, എന്നെ അറിയുന്ന ഒരുവിധം എല്ലാവരെയൊന്നും, എൻ്റെ നാട്ടുകാരെയൊന്നും എല്ലാവരെയൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. ഇതിന് നമ്മുടെ പാഷനുമായിട്ടൊരു വലിയ ബന്ധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം പ്ലസ് 2 കഴിഞ്ഞിട്ട്, പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും ഭയങ്കര 4 ആൾക്കാരോട് പറയാനൊരു ഗുമ്മുള്ളൊരു സാധനം സയൻസാണ്. അപ്പോൾ സത്യം പറയാ, മാത്സ് ഇഷ്ടമല്ലാത്ത ഞാൻ പോയിട്ട് എന്ത് ചെയ്യാണ്, സയൻസ് ഗ്രൂപ്പ് ചൂസ് ചെയ്യാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ സോഷ്യലും, അതായത് ഹിസ്റ്ററി, എസ്പെഷ്യലി ലാംഗ്വേജ് സബ്ജക്റ്റൊക്കെ ആയിരുന്നു. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് നമ്മളത് വായിച്ച് പഠിക്കലായിരുന്നു നമ്മളുടെ സ്റ്റൈല്. സോ പ്ലസ് 2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് ക്ലാസ്സിലിരുന്നിട്ട് എനിക്കൊന്നും കാര്യമായിട്ട് മനസ്സിലാവണില്ല. അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ലാസ്റ്റ് സ്ട്രഗിൾ ചെയ്ത് സയൻസ് പഠിച്ചു, പാസ്സായി. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കി എല്ലാവരും എൻജിനീയറിങ്ങിന് പോകണ്. ഞാൻ വിചാരിച്ച് വേണ്ട, എൻജിനീയറിങ്ങിന് പോകണ്ട, പലരും മെഡിക്കലിന് പോണ്, അപ്പോൾ എൻട്രൻസ് ശരിയാവില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ അത് വേണ്ട. പിന്നെ എന്ത് ചെയ്യും? അപ്പം നോക്കുമ്പോൾ കയ്യിൽ കിട്ടിയൊരു സാധനമാണ് കൊമേഴ്സ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, കൊമേഴ്സ് പഠിക്കാൻ തീരുമാനിക്കുകയാണ്. BCom എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്രയ്ക്കൊന്നുമില്ല, നമ്മൾക്കുള്ള ഒരു വെയിറ്റേജുള്ള സാധനമില്ല. അപ്പോൾ ആരും കേൾക്കാത്ത, എന്നാൽ കേട്ടാൽ വലിയ റെക്കഗ്നിഷൻ തോന്നുന്ന, ഭയങ്കര തലക്കനുള്ള ഒരു സാധനം എടുത്ത് പഠിക്കണം. അങ്ങനെ ഞാൻ പോയി ചെന്ന് പെട്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ മടയിലാണ്. കണക്കറിയാത്ത ഞാൻ, മാത്സ് കണക്കറിയാത്തതെന്നല്ല, കണക്കിനോട് വലിയ വാസനയില്ലാത്ത ഞാൻ, നമ്പേഴ്സിനോട് വലിയ ഇഷ്ടമില്ലാത്ത ഞാൻ പിന്നെ പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്പറിൻ്റെ ഗെയിം മാത്രമുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കാണ്. അതിന് എനിക്ക് കിട്ടിയൊരു ഗൈഡൻസ് പ്രകാരം
ഒരു ജില്ലയിൽ ആകെ ചിലപ്പോൾ വിരലിലുണ്ടാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ജില്ലയിൽ 100 കണക്കിന് 1000 കണക്കിന് ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഞാൻ വലുതാകുമ്പോൾ, പ്ലസ് ടുവിലൊക്കെ വെച്ച് നമ്മളെ ചിന്ത അങ്ങനെയാണല്ലോ ആ പ്രായത്തിൽ, നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാകുന്ന വളരെ ഗ്ലോറിയിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ മാറുമല്ലോ. മാത്രമല്ല, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സാലറി അന്ന് ഞാൻ കേട്ടത് പ്രകാരം പറയുകയാണെങ്കിൽ, അന്ന് ഞാൻ കേട്ട ഏതോ ഒരു തെറ്റായൊരു ധാരണയാണ്, ഒരു ഒപ്പിനും 4 ലക്ഷം രൂപ കിട്ടും. അപ്പം ഞാൻ ഓടിച്ചെന്നിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കടയിൽ പോയി നോട്ട് ബുക്ക് മേടിച്ചു, കുറേ നൗഫൽ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് പഠിച്ചു. ഒപ്പിട്ടത് മാത്രം കാര്യമായി, നല്ല ഒപ്പ് വന്നു. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാനും സാധിച്ചില്ല. ബികോം പഠിച്ചു, ബികോമും മാർക്കൊക്കെ കിട്ടി പാസ്സായപ്പോഴും സ്റ്റിൽ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്. അന്വേഷണം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിലൊരു വാക്വം ഫീൽ ഉണ്ടാവും, ഒരു ശൂന്യതാബോധം തളം കെട്ടി നിൽക്കും. ബികോം പോരാണ്ടായി. അങ്ങനെ ഇനിയപ്പോൾ എന്ത് ചെയ്യാം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം. അങ്ങനെ MBA പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂർക്ക് വണ്ടി കയറി. MBA പഠിച്ച് അതിനുശേഷം സ്വാഭാവികമായിട്ട് എല്ലാവരെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലിക്ക് കയറാനായിട്ട് ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ സയൻസും പഠിച്ചു, കൊമേഴ്സും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാലറി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് ജോലി. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഞാൻ എത്തേണ്ടിടത്ത് ഒരു സ്ഥലത്തേക്ക് ഞാൻ ഹുക്ക് ചെയ്യപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു ശൂന്യതാബോധം. അത് നമ്മളുടെ ബേസിക് നീഡുകളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മറ്റു കാര്യങ്ങൾ, നാട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റുന്നത് എല്ലാം പറ്റുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ നിർവഹിക്കേണ്ട ഒരു പർപ്പസ്, ഒരു ദൗത്യത്തെ ഞാൻ നിർവഹിക്കാതെ പോകുന്നുണ്ടോ എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, സീസ്ലെസ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നതിൻ്റെ ഫലമായി വെറും 2-3 വർഷം ഗൾഫിൽ നിന്ന് ഞാൻ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പല കാരണങ്ങളുണ്ട്. നാട്ടിലൊരു ജോലി ശരിയായതുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നപ്പോഴാണ് അങ്ങനെ ഒരു ജോലിയെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞത്. ആകെ പെട്ടോടുത്തുനിന്നാണ് പിന്നെ വെൻ ദർ ഈസ് എ നോ ടേണിങ്, വെൻ ദർ ഈസ് നോ യു ടേൺ, ഇനി തിരിച്ചു പോകാനൊരു യു ടേൺ ഇല്ലാത്ത വിധം നമ്മൾ പെടുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ചലഞ്ചുകൾ വരുന്നിടത്താണ് ഒരു പക്ഷെ നമ്മൾ പോലും അറിയാതെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആരായിട്ടും സംസാരിക്കൂല, ഒരാളായിട്ട് ഇതില്ല. എൻ്റെ ഈ ഒരു ഇതെങ്ങനെയാണ് മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് ഞാനൊരു ലാംഗ്വേജ് ട്രെയിനിങ്ങിന് ഒരു ക്ലാസ്സിന് പോയി. നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും, ചിലപ്പോൾ ചില പുസ്തകങ്ങളായിരിക്കും, ചിലപ്പോൾ ചില കോട്ടിങ്സുകളായിരിക്കും, ചില ചിന്തകളായിരിക്കും നമ്മളെ ടേൺ ചെയ്യുന്ന ചില ഇൻസിഡൻസ് ഉണ്ട്. അവിടെ എനിക്ക് ലാംഗ്വേജ് ട്രെയിനിങ് പഠിപ്പിച്ച് തന്ന ഒരു സാറ്, സഗീർ സാർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ക്ലാസ്സിൽ എന്നും പറയും, ഇവനൊന്നും പിടിച്ചാൽ കിട്ടൂല കേട്ടോ, വേറെ റേഞ്ചിൽ പോകട്ടോ, ഗംഭീര കപ്പാസിറ്റി ആണ് കേട്ടോ. ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ടേ നമ്മുടെ ഉള്ളിൽ അത്രയും നാള് നീറിപ്പൊകഞ്ഞിരുന്ന ഒരുപാട് വികാര വിക്ഷോഭങ്ങളുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ സാധനമെല്ലാം ഈ വാക്കുകളാൽ ഛിന്ന ഭിന്നമായി പൊട്ടിച്ചിതറി പോകുന്നതാണ് പിന്നെ കാണുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 to 3-4 monthsനുള്ളിൽ അതേ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് വരെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഐ ആം ടെല്ലിങ്, ഡിഗ്രി കഴിഞ്ഞ സമയം മുതൽ ലാംഗ്വേജ് ട്രെയിനിങ്ങിന് സ്കൂൾസിൽ ടീച്ചേഴ്സിന് എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രിഗറിങ് പോയിന്റ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതെൻ്റെ ഉള്ളിൽ ലാംഗ്വേജ് ആയിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ സാറിൻ്റെ പേരാണ് സഗീർ സാർ. അത് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ട വന്നില്ല. ഞാൻ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്ത് അവിടെ ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ ബോർഡ് വെച്ച് ക്ലാസ്സസ് ആരംഭിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഹേയ് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകൾ വളരെ ഹാപ്പി ആകുന്നുണ്ട്, വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. രാവും പകലും ക്ലാസ് എടുത്താൽ നമ്മളുടെ എനർജി കൂടുകയല്ലാതെ നമ്മുടെ എനർജി ഒരിക്കലും കുറയുന്നില്ല. നമുക്കൊരുപാട് ആളുകളുടെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആകാം, ഒരു ഉപകരണമാകാം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമെന്ന് അവിടെ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ സംഭവം നടക്കുന്നത് 2014 നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട്. 2015 മുതൽ 2022 പിന്നെ 2023 നമ്മൾ പ്രവേശിച്ചു. കഴിഞ്ഞ 7 വർഷത്തെ ഒരു ജീവിതാനുഭവത്തിൽ, ഒരു 27ാമത്തെ വയസ്സിൽ മാത്രം
പാഷനെ തിരിച്ചറിഞ്ഞ ഞാൻ, ജോലി പോയിട്ട് പാഷനെ തിരിച്ചറിയേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പാഷനെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഏകദേശം ഒരു 2000-ലധികം കുട്ടികളെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനായ നിബോഷ് എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ UK സർട്ടിഫിക്കേഷൻ ഇത്രയും കുട്ടികൾക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ട്രെയിനിങ്ങിലൂടെ. ഇത്രത്തോളം കുട്ടികളെ ഈ വിഷയത്തിൽ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 കണക്കിന് കുട്ടികൾ, നമ്മുടെ കുട്ടികൾ പുറം രാജ്യങ്ങളിൽ, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ സേഫ്റ്റി എൻജിനീയേഴ്സായിട്ടും സേഫ്റ്റി ഓഫീസറായിട്ടൊക്കെ പണിയെടുക്കുന്നുണ്ട്. ബേസിക്കലി ഞാനൊരു സേഫ്റ്റി പ്രൊഫഷണൽ അല്ല എങ്കിലും ആ സേഫ്റ്റി സബ്ജക്റ്റിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കെന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നേണ്ട കാര്യമില്ല. ലാസ്റ്റ് അതിൻ്റെ ഒരു റീസൺ കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുള്ളൂ. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എനിക്കപ്പോൾ തോന്നി, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തോന്നി, ഞാൻ പഠിക്കേണ്ട ഏതൊരു സബ്ജക്റ്റ് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സയൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, +2 സയൻസ്, കൊമേഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ആളുകളുമായിട്ട് സംസാരിക്കാൻ, അവരുടെ ഉള്ളിലെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നൂവിൽ പോയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിക്ക് ജോയിൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും ഞാൻ ബുക്ക് തുറന്ന് നോക്കിയിട്ടില്ല. എക്സാമിൻ്റെ തലേ ദിവസം മാത്രമാണ് പുസ്തകം നോക്കുക. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നത് പോലെ. പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആൻസറുകളെല്ലാം മുകളിൽ നിന്ന് ആകാശ ലോകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നന്നായിട്ട് പടം വരക്കാൻ ജന്മന അറിയുന്ന ഒരാൾക്ക് ഒരു കോഴ്സ് പഠിക്കണോ പടം വരക്കാൻ? അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന ഒരാൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ എന്തെങ്കിലും കോഴ്സിന് പോകേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല. കുറെ ടെക്നിക്കൽ എലമെന്റ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് മാത്രം. സൈക്കോളജിയിൽ വളരെ സിമ്പിളായിട്ട് ഡിസ്റ്റിങ്ഷനിൽ ഒരു അക്ഷരം നോക്കാതെ പോയിട്ടും എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ കാലം അത്രയും ഞാൻ ഉള്ളിൽ അനുഭവിച്ച പല അവസ്ഥാന്തരങ്ങളുണ്ടല്ലോ, മനസ്സിൻ്റെ പല ഇന്റേണൽ സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ. ഈ ഇന്റേണൽ സ്റ്റേറ്റുകളെല്ലാമാണ് യഥാർത്ഥത്തിൽ ഈ സബ്ജക്റ്റിലെ സൈക്കോളജിയിലെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ സൈക്കോളജിയിൽ മാത്രം നിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ബിയോണ്ട് സ്പിരിച്വാലിറ്റി എന്നുള്ളതിലേക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ കോർ ഇൻട്രസ്റ്റ് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, നമ്മൾ എന്താണ് എന്ന് നമ്മളെ കണ്ടെത്തുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ദൂരം നമുക്ക് താണ്ടാൻ പറ്റുമെന്നാണ്. കഴിഞ്ഞൊരു 6 വർഷത്തിനിടയിൽ ഒരുപാട് ഓടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും, കേരളം ഒട്ടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ട്. പക്ഷെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും, ഒരു ദിവസം പോലും കഷ്ടപ്പെട്ട് ഓടുകയാണ് എന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. നേരെ മറിച്ച് ആ ഒരു 6-7 വർഷത്തിനിടയിൽ ഒരുപാട് ആളുകൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു, ഒരുപാട് ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ സാധിച്ചു, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൗൺസിലിങ്ങുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൗൺസിലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കൗൺസിലിംഗ് കുട്ടികളുടെ, ഞാൻ അനുഭവിച്ച ഈ പ്രശ്നമുണ്ടല്ലോ, +2 കഴിഞ്ഞിട്ട് എന്തെടുക്കണം, എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയി ലാസ്റ്റാണ് ഞാനിപ്പോൾ എൻ്റെ ഫീൽഡിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ, ഈ ഒരു അവസ്ഥ വരും തലമുറയിലെ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാതിരിക്കാൻ അവരൊരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ വെച്ച് അവരറിയട്ടെ, അവരെ തിരിച്ചറിയട്ടെ. അവരെ തിരിച്ചറിയുകയാണെങ്കിൽ ശരിക്കും എന്താ സംഭവിക്കുക? അവരെ തിരിച്ചറിയുകയാണെങ്കിൽ ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവൻ അവരെ കൂടെ നിൽക്കും, തീർച്ചയാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള സാധനവും ഈ പ്രപഞ്ചവുമായിട്ട് ഭയങ്കര കണക്ഷനും. അവർ കാണുന്ന ഈ ആകാശം മുഴുവനും അവരുടെ സ്വപ്നങ്ങളായി മാറും. അതിലൊരിക്കലും ഒരു ഗ്രീഡോ ഒരു അറോഗൻസോ ഒന്നുമില്ലാത്ത വിധം അവരെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി അറിയാണ്, എൻ്റെ ഉള്ളിൽ ഈ കഴിവാണ് ഉള്ളത്, ഇതിനെനിക്ക് എളുപ്പം വളർത്താൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം വളരെ എളുപ്പമായില്ലേ. ഞാനിത് സ്വയം തിരിച്ചറിഞ്ഞത് എൻ്റെ 27ാമത്തെ വയസ്സിലാണ്. അവിടെ നിന്നിങ്ങോട്ട് യഥാർത്ഥത്തിൽ അതിനുശേഷം ഇനി ഒരിക്കലും ഈ ഒരു അവസ്ഥ ഒരു കുട്ടിക്കും ഇല്ലാതിരിക്കാൻ ഏകദേശം കഴിഞ്ഞ 4 വർഷങ്ങളായി ഇരുന്നുണ്ടാക്കിയ ഒരു ടൂളുണ്ട് കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. കുട്ടികളുടെ ജന്മവാസനകൾ, കുട്ടികളുടെ ചെറുപ്പത്തിലെ ഉള്ള കഴിവുകൾ, ജന്മനാലുള്ള ഇൻ്റലിജൻസുകളെ പ്ലോട്ട് ചെയ്യുക, അവരുടെ ലേണിംഗ് സ്റ്റൈലുകളെ പ്ലോട്ട് ചെയ്യുക,
ക്യാരക്ടർ അനാലിസിസുകൾ നടത്തുക, ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് അവരെ മാത്രം പറ്റി പറയുന്ന റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് പാരൻസിനായിട്ട് അവരെ പറ്റിയിരുന്ന് സംസാരിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് വഴി കാണിക്കാൻ പറ്റിയാൽ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെ പോകുന്ന കുട്ടിയെ യഥാർത്ഥ ട്രാക്കിലേക്ക് ഇതുവഴി കൊണ്ടുവരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അത് നമ്മളെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി നമ്മൾ എന്തിന് ഇവിടെ എന്നുള്ളതിന് ഉള്ള ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറായിട്ട് മാറി. ഇന്ന് ഒരുപാട് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് കുട്ടികളെ ഈ രീതിയിൽ കുട്ടികളുടെ കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ അടുത്ത എപ്പിസോഡിൽ അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയും. എനിക്കറിയാം ഈ എപ്പിസോഡ് കുറച്ച് നീണ്ടു പോകുന്നുണ്ട്, സാരില്ല പൊക്കോട്ടെ. അങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകളെ മറ്റുള്ള ഇഷ്യൂസിൽ കൗൺസിലിങ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തെറാപ്യൂട്ടിക് ഹിപ്നോസിസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് നെബോഷിൻ്റെ ട്രെയിനിങ്ങിൽ ഏകദേശം 80% വെറും 10% മാത്രം പാസിംഗ് പെർസെൻറ്റേജോ 15% മാത്രം പാസിംഗ് പെർസെൻറ്റേജോ ഉള്ള ഒരു എക്സാമിനെ 80-85% കുട്ടികളെ പാസ്സാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് ട്രെയിനിങ്സ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വൺസ് അഗെയിൻ ഞാൻ സഗീർ സാറിന് ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുകയാണ്, എന്നെ ഈ ഒരു ലെവലിൽ ഞാനാക്കിയതിന്. പിന്നെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കേരളത്തിലുടനീളം ഒരുപാട് സ്കൂളുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുട്ടികൾക്കും ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കണ്ടെത്തുമ്പോൾ, നമ്മുടെ കൃത്യമായ ഏരിയ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റിസർച്ച് ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ വക വിഷയങ്ങളിൽ. ഞാൻ പറയുന്നത് ഇതുപോലെ അല്ല, ഇതിനേക്കാളുമൊക്കെ എത്രയോ അപ്പുറം നമ്മുടെ ഉള്ളിലെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നമ്മുടെ മക്കളിലുള്ള ഉള്ളിലുള്ള ഓരോരുത്തരുടെയും പൊട്ടൻഷ്യലിനെ അതിൻ്റേതായ സമയത്ത് തിരിച്ചറിഞ്ഞാൽ ഒരുപാടൊന്നും ജീവിതത്തിൽ അർത്ഥങ്ങൾ തേടി അലയേണ്ടതായി നമ്മൾ വരില്ല. നമുക്ക് പോകാനുള്ള കൃത്യമായ പാതകൾ നമ്മുടെ മുന്നിലേക്ക് വളരെ കൃത്യമായി തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വളരെ ആനന്ദപൂർവവും വളരെ ആസ്വാദ്യകരവുമായിട്ട് മാറും. ഇത് അനുഭവമാണ്, ഇത് മുഴുവൻ അനുഭവമാണ്. കാരണം ഒന്നും ഒരാളുടെ മുന്നിൽ പോലും മുഖത്തേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി നിൽക്കാൻ പോലും കഴിയാത്ത എനിക്ക് ഇന്ന് തൗസൻഡ്സ് ഓഫ് ഓഡിയൻസിൻ്റെ മുന്നിൽ എനിക്ക് സത്യമായിട്ടും എനിക്കറിയില്ല, മൈക്ക് പിടിച്ച് ഓഡിയൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് ഞാൻ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകാം, പക്ഷെ ആ സ്ക്രിപ്റ്റ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ വരും. അതെവിടെ നിന്ന് വരുന്നു അറിയില്ല. എൻ്റെ കഴിവല്ല എന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ കഴിവല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് അറിയില്ല, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണമെന്ന് അറിയില്ല, പക്ഷെ സംഗതി നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള പാഷൻ്റെ ട്രിഗറിങ് പോയിന്റ്. ഞാനൊരു കാര്യം ചെയ്യാൻ ഒരുപാട് എഫേർട്ട് ഇടണമെങ്കിൽ, കഷ്ടപ്പെട്ട് മരിച്ച് ചത്ത് പണിയെടുക്കണമെങ്കിൽ അതിനർത്ഥം അതെൻ്റെ പണിയല്ല, അത് ചെയ്യാൻ ഇവിടെ വേറെ ആരൊക്കെയോ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പണി ചെയ്യാൻ ഞാൻ വളരെ ആനന്ദത്തിൽ ഇങ്ങനെ ഹാപ്പിയായി ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റുന്നെങ്കിൽ ഉറപ്പിച്ചോ അത് എൻ്റെ പണിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഒരു ഇൻട്രോവേർട്ടിൽ നിന്നുള്ള യാത്രയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെയും ജീവിത കഥയെ നിങ്ങളൊന്ന് തിരിച്ചൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അന്ന് ആ ഇൻട്രോവേർട്ടായിരുന്നതായിരുന്നു ഞാനെങ്കിൽ ഐ കനോട്ട് ഡു എനിത്തിങ്. പക്ഷേ എൻ്റെ ആ ഇൻട്രോവേർഷനാണ് എന്നെ ഇത്രയും എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനായി എന്നെ സഹായിച്ചത്. എവിടെ? ചെറിയൊരു പോയിന്റിൽ ഒരു തട്ട് കിട്ടുമ്പോൾ, ചെറിയൊരു പോയിന്റിൽ ഒരു ചേഞ്ച് വരുമ്പോൾ ഒന്ന് ചാനലൈസ് ചെയ്താൽ മാത്രം മതിയാകും നമ്മുടെ ഉള്ളിലുള്ള പലരുടെയും ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാനായി. അതിമനോഹരമായ ഒരു കടൽ തീരത്തിരുന്ന് ജീവിതത്തിൻ്റെ ഒരു സ്റ്റോറിനെ അൺഫോൾഡ് ചെയ്യാൻ സാധിച്ചതിലുള്ള ഒരു വലിയ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. വീണ്ടും കാണാം ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിൽ. എങ്ങനെയാണ് നമുക്ക്
നമ്മുടെ ആളുകളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ മുന്നിൽ വരുന്നവരെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇന്നിവിടെ പറഞ്ഞു പിരിയുന്നു. യുവർ ഓൺ നൗഫൽ മരയ്ക്ക. താങ്ക് യു.